നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയത്. അത് മറ്റൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിലെ ഒരു കൊഴിഞ്ഞുപോക്ക് തന്നെയാണ് പറയാൻ വരുന്നത്. അത് കേരള ബ്ലാസ്റ്റേഴ്സിൽ രണ്ട് വിദേശ താരങ്ങളുണ്ടായിരുന്നു. രണ്ട് വിദേശ താരങ്ങൾ ഒരാൾ നേരത്തെ പോയതാണ്, ഡിഫൻഡർ, ആ പ്ലെയർ പോയതാണ്. പിന്നെ ഇപ്പം അവസാനമായിട്ടൊരു പ്ലെയർ ഉണ്ടായിരുന്നു, നമ്മുടെ കഴിഞ്ഞ സീസണിൻ്റെ പകുതിക്ക് വെച്ച് സൈൻ ചെയ്ത ഡൂസാൻ ലഗാച്ചോർ എന്ന് പറയുന്ന ഒരു പ്ലെയർ, ഒരു മോണ്ടിനെഗ്രൻ താരം, നമ്മുടെ മിലോസ് ട്രിൻസിച്ചിന് പകരം കോയഫിന് പകരം കൊണ്ടുവന്നൊരു താരമാണ് നമ്മുടെ ഡൂസാൻ ലഗാത്തോ എന്ന് പറയുന്ന ഒരു ഹൈപ്പുള്ളൊരു സൈനിങ് തന്നെ ആയിരുന്നത്. നല്ല ഭയങ്കര ഹൈപ്പായിരുന്നത്. വലിയ ക്ലബിൽ നിന്ന് നല്ലൊരു സാലറി കൊടുത്ത് ഒരു മികച്ച താരത്തെ തന്നെയാണ് എത്തിച്ചത്. പക്ഷേങ്കിൽ ഇപ്പോൾ എത്തിച്ച താരമായാലും സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ടീമിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന താരമായാലും എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് പോയിരിക്കുകയാണ് എന്നത് വിഷമസങ്കടം അറിയിക്കുകയാണ്. പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് ഇന്ത്യൻ താരങ്ങൾ, ഐമനും അസറും എന്ന് പറയുന്ന അവരുടെ രണ്ട് ഇന്ത്യൻ താരങ്ങൾ, ആ രണ്ട് ഇന്ത്യൻ താരങ്ങളും ടീം വിട്ടിട്ടുണ്ട്. അന്നേരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഉറപ്പായിട്ടുണ്ട്. ഈ സീസണും വട്ടത്തിലാണോ ത്രികോണത്തിലാണോ എന്നൊന്നും അറിയത്തില്ല, എന്തായാലും ഉറപ്പാണ്, ഏതാണ്ടൊക്കെ ഉറപ്പാണ്. അന്നേരം ഡൂസാൻ ലഗാത്തോറും പിന്നെ അവൻ്റെ മറ്റേ താരത്തിൻ്റെ പേര് വിട്ടുപോയി, സെൻറ്റർ ബാക്കാണ് ആ താരവും, പിന്നെ അസർ ഐമൻ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു തോൽവിയിലോട്ട് പോകുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിലൊക്കെ ഇറക്കുന്നതായിരുന്നു ഇവാൻ ഐമനെ അസറിനെയൊക്കെ. പക്ഷേങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ലക്ഷദ്വീപുകാരാണ് അവർ. അന്നേരം പറഞ്ഞിട്ട് കാര്യമില്ല, പോയി, അവരെല്ലാം ടീം വിട്ടു. ഇത്രയേ ഉള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 4 താരങ്ങളാണ് ഇന്നലെ കൊണ്ടൊക്കെ ടീം വിട്ടു പോയത്. അന്നേരം എല്ലാ ശുഭകാരം റൗറാൻ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ.